അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ചികിത്സയിലായിരുന്ന മലപ്പുറത്തെ 5 വയസ്സുകാരി മരിച്ചു എന്ന വാർത്ത വരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ കഴിഞ്ഞ രാത്രി 11:45 അന്ത്യം സംഭവിച്ചത്. വെന്റിലേറ്ററിൻ്റെ സഹായത്തോടെ ജീവൻ നിലനിർത്തുമ്പോഴും ജീവിതത്തിലേക്ക് തിരിച്ചു വരും എന്ന പ്രതീക്ഷയിലായിരുന്നു ആ കുടുംബം. മലപ്പുറം മുന്നിയൂരിൽ നിന്ന് സമീർ ബിൻ കരീം ചേരുന്നു. മുന്നിയൂരാണ് ഈ കുട്ടിയുടെ വീട്. ഗുഡ് മോർണിംഗ് സമീർ ബിൻ കരീം. വളരെ സങ്കടകരമായൊരു പ്രഭാതത്തിലേക്കാണ് മുന്നിയൂർ ഇന്ന് പൊട്ടിവിടർന്നത്. പറയൂ. അതേ സ്കാൻ കഴിഞ്ഞ ഏതാനും ദിവസമായി അതീവ ഗുരുതരാവസ്ഥയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ വെന്റിലേറ്ററിൽ കഴിയുകയായിരുന്നു ഇപ്പോൾ മരിച്ചിരിക്കുന്ന ഈ 5 വയസ്സുകാരി. നമ്മളൊക്കെ തന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്ന് കരുതിയതാണ്. പക്ഷേ ആ പ്രതീക്ഷയൊക്കെ തന്നെ അസ്തമിച്ചു. ഇന്നലെ രാത്രി 11:45 ഈ കുട്ടിയുടെ മരണം സംഭവിച്ചിരിക്കുന്നത്. ഏതായാലും കുട്ടിയുടെ മൃതദേഹം ഇന്നലെ രാത്രിയോട് കൂടി തന്നെ ഈ മുന്നിയൂരിലുള്ള വീട്ടിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. നിലവിൽ ഇവിടെ പൊതുദർശനം നടന്നുകൊണ്ടിരിക്കുകയാണ് കുട്ടിയുടെ വീട്ടിൽ. ഒപ്പം തന്നെ പ്രാർത്ഥനയും നടക്കുന്നുണ്ട്. രാവിലെ 9 മണിക്ക് ഈ കളിയാട്ടുമുക്ക് ജുമാ മസ്ജിദിൽ വെച്ചാണ് കുട്ടിയുടെ കബറടക്കം നടക്കുക എന്നുള്ളതാണ്. അതിന് മുന്നോടിയായുള്ള പൊതുദർശനമാണ് ഇപ്പോൾ പുരോഗമിച്ച് കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 1-ാം തീയതിയാണ് കടലുണ്ടിപ്പുഴയുടെ മൂന്നിയൂർ ഭാഗത്തുള്ള പാറക്കടവ് എന്ന് പറയുന്ന കടവിൽ വെച്ച് കുട്ടിയും ഒപ്പം തന്നെ മറ്റുള്ള ബന്ധുക്കളും ചേർന്ന് കുളിച്ചത്. ഈ കുളിക്കുന്ന സമയത്താണ് ഇവിടെ നിന്നും ഈ വൈറസ് ബാധ പകർന്നത് എന്നുള്ളതാണ് നിലവിൽ സംശയിക്കുന്നത്. ഒപ്പം തന്നെ തുടർന്ന് ഈ കുട്ടിയെ ചേളാരിയിലും പിന്നീട് വിവിധ ആശുപത്രിയിലും പ്രവേശിച്ച ശേഷം ഒടുവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നാണ് അമീബിക് മസ്തിഷ്ക ജ്വരമാണ് കുട്ടിക്ക് ബാധിച്ചത് എന്ന് മെഡിക്കൽ സംഘം സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഉടൻ തന്നെ അപ്പോഴേക്കും കുട്ടിയുടെ ആരോഗ്യനില ഏറെക്കുറെ വഷളായ ഒരു ഘട്ടമുണ്ടായിരുന്നു. പിന്നീട് കുട്ടിയെ വെന്റിലേറ്ററിൽ പ്രവേശിപ്പിക്കുകയാണ് ഉണ്ടായത്. 6 അംഗ മെഡിക്കൽ ബോർഡാണ് കുട്ടിയെ പരിചരിച്ചിരുന്നത്. 5 ഇനം മരുന്നുകളുടെ മിശ്രിതമാണ് കുട്ടിക്ക് നൽകിയിരുന്നത്. 6 മരുന്നിൻ്റെ മിശ്രിതമാണ് നൽകാൻ ശ്രമിച്ചതെങ്കിലും ഒരു മിശ്രിതം ലഭ്യമാകാത്തൊരു സാഹചര്യം ഉണ്ടായി. പിന്നീട് 5 മരുന്നുകളുടെ മിശ്രിതം കുട്ടിക്ക് നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷേ ഇതിനോടൊന്നും തന്നെ കുട്ടി പ്രതികരിക്കുന്ന ഒരു ഘട്ടം ഉണ്ടായില്ല. രോഗത്തിന് ഗുണപ്രദമാകുന്ന കരുതുന്ന മരുന്ന് വിദേശത്ത് നിന്ന് എത്തിക്കാൻ കഴിയാത്തതും ഈ ചികിത്സയിൽ ഏറെ വെല്ലുവിളി ഉണ്ടാകുന്ന ഒരു ഘട്ടമുണ്ടായി എന്നുള്ളതാണ്. ഏതായാലും ഈ കുട്ടിയുടെ മരണമൊടുവിൽ സംഭവിച്ചിരിക്കുകയാണ്. ആരോഗ്യവകുപ്പും മറ്റുള്ളവരൊക്കെ തന്നെ ചേർന്ന് ജർമ്മനിയിൽ നിന്നും ഈ ആവശ്യമായ മരുന്നെത്തിക്കാനുള്ള ശ്രമം നടത്തിയെങ്കിലും അതും വിജയം കണ്ടില്ല. ഏതായാലും ഈ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത് ഈ അപൂർവ രോഗം ബാധിച്ചു കഴിഞ്ഞാൽ 90-90% മരണം സംഭവിക്കുമെന്നുള്ളതാണ്. കേരളത്തിൽ തന്നെ വളരെ അപൂർവമായി മാത്രമാണ് ഈ ഒരു രോഗം ബാധിക്കാറുള്ളത് എന്നും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാണിക്കുകയാണ്. ഏതായാലും ഈ കുട്ടിയുടെ രോഗം പകർന്നു എന്ന് കരുതുന്ന ഈ മൂന്നിയൂർ പുഴയുടെ പാറക്കടവ് ഭാഗത്തുള്ള കടവുകളിൽ 5 കടവുകളിൽ നിലവിൽ നിയന്ത്രണം തുടരുന്നുണ്ട്. ഈ ഭാഗത്ത് ആളുകൾ ഒന്നും തന്നെ കുളിക്കാനോ അല്ലെങ്കിൽ മത്സ്യബന്ധനത്തിനോ ഇറങ്ങരുത് എന്നുള്ളതാണ് നിലവിൽ ആരോഗ്യവകുപ്പ് ഒപ്പം തന്നെ പഞ്ചായത്ത് നൽകുന്ന നിർദ്ദേശം. ആ നിർദ്ദേശം കർശനമായി പാലിക്കുന്ന ഒരു ഘട്ടമുണ്ട്. അതീവ ജാഗ്രത ഈ ഭാഗത്ത് തുടരുകയാണ്. ഏതായാലും ഈ കുട്ടിക്കൊപ്പം അന്ന് നിരീക്ഷണത്തിലുണ്ടായിരുന്ന 3 കുട്ടികളുടെ ഈ വൈറസ് പരിശോധന ഫലം നെഗറ്റീവായി എന്നുള്ളതാണ് ഏറെ ആശ്വാസകരമായിട്ടുള്ള കാര്യം. പക്ഷേ ഈ 5 വയസ്സുകാരി ഫതുവ എന്ന് പറയുന്ന ഈ മോൾക്ക് മരണം സംഭവിച്ചിരിക്കുകയാണ്. എസ്കെൻ. ഓക്കെ, താങ്ക് യു. സങ്കടകരമായിപ്പോയി ഈ വാർത്ത. ശരിക്കും മസ്തിഷ്ക ജ്വരം അത് അത്ര സുഖകരമല്ലാത്തൊരു അസുഖം തന്നെയാണ്. ആ അപകടത്തിൻ്റെ മുന്നിൽ ഒരു കുഞ്ഞിൻ്റെ ജീവനാണ് പൊലിഞ്ഞു പോയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.